ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക തീരുവ പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. ട്രംപ് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതോടുകൂടി ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. കാറുകൾ, സ്മാർട്ട് ഫോണുകൾ, മറ്റ് പല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അപൂർവ ലോഹങ്ങളുടെയും മറ്റു ചില പ്രധാന വസ്തുക്കളുടെയും ഉൽപ്പാദനത്തിൽ ചൈനയ്ക്കാണ് ആധിപത്യം. ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല യുഎസ് കമ്പനികളും ഇതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. വാഹന നിർമ്മാതാക്കളായ ഫോർഡിന് താൽക്കാലികമായി ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട ഗതിയും വന്നിരുന്നു. ചൈനയുടെ നടപടിയെയും ട്രംപ് ശക്തമായി എതിർത്തു. ചൈന വളരെ ശത്രുതാപരമായി പെരുമാറുന്നുവെന്നും ലോകത്തെ തടവിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നും ട്രംപ് ആരോപിച്ചു. പിന്നാലെയാണ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും പിന്മാറുമെന്ന് പറഞ്ഞത്. പിന്നീട് അത് തിരുത്തി നടക്കുമോ എന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ 30% തീരുവയുണ്ട്. ടിക്ടോക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങൽ, അപൂർവ ലോഹങ്ങളുടെയും അർദ്ധചാലകങ്ങൾ പോലുള്ള നൂതന സാങ്കേതിക വിദ്യയുടെയും വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർ നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ മാസം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ചർച്ച നടത്തുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ചൈന രംഗത്ത് വന്നു. തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ സമീപനമല്ല എന്നും യുഎസ് ഈ നടപടി തിരുത്തണമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു. യുഎസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.